ബംഗാളികളെയോ അത് വടക്കേ ഇന്ത്യൻ തൊഴിലാളികളെയോ മറ്റോ കിട്ടുന്ന ഒരു കൂലിക്ക് കൊടുക്കുന്ന ആൾക്കാരുടെ 501 രൂപയും ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ പ്രചാരണത്തിന് പോകാൻ ആളില്ലാത്തത് കൊണ്ട് ഒരു ഗുമ്മില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ പത്രക്കാർ വരുമ്പോ നിങ്ങൾ ഇങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആൾക്കാരെ നിരത്തിൽ നിർത്തിയിട്ടുണ്ടാവും. VK പ്രശാന്ത് ഇങ്ങനെ വികസനം ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾ പറയണം എന്നൊക്കെ പറഞ്ഞു. അതുപോലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പ്രചരണം. മാം, ഇപ്പോ ത്രികോണ മത്സരം മാറി BJP മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇന്നിപ്പോ UDFന്റെ നേതൃത്വത്തില് പ്രചാരണം നടത്താൻ ആളെ വേണമെന്ന് പറഞ്ഞ് കൂലിക്ക് ആളെ ഇറക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മാമിനെ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വിളിപ്പിച്ചിട്ട് ഒരു കരിവാരി തേക്കാനുള്ള ശ്രമങ്ങൾ. അതായത് BJP മാത്രമാണ് മത്സരകളത്തിൽ ഉള്ളത് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നല്ലോ കാര്യം. ഇപ്പൊ ഏകദേശം അതുപോലെയാണ് കാണപ്പെടുന്നത്. ഒരുപാട് വലിയ മത്സരമാണ് എന്നൊക്കെയുള്ള പ്രതീക്ഷ പലരും പറയുന്നുണ്ടായിരുന്നു. അങ്ങനൊരു തീപാറും മത്സരമാണ് കടുത്ത ത്രികോണ മത്സരം എന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ചെയ്യുന്നത് പോലെ ഒരു പ്രചാരണം വേറെ ആരും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. എനിക്കുള്ളതുപോലെയുള്ള ഒരു പിന്തുണ വേറെ ആർക്കും ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് കൂടെ വരാൻ ഒരു 10,000 പേരുണ്ട്. ഇപ്പൊ ആൾക്കാര് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ എന്റെ പുറകെ എപ്പോഴും നിൽക്കുന്നു. അതുപോലെ ഞാൻ വേറൊരു കാൻഡിഡേറ്റിനെ കണ്ടിട്ടില്ല. ഒരു സ്ത്രീ പോലും മറ്റേ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ മാത്രം കാൻഡിഡേറ്റ് അല്ലല്ലോ, സ്ത്രീകളുടെ കൂടെ. നമ്മള് കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ പോലും മാം പ്രചാരണത്തിലാണ്. അതുകൊണ്ട് ഞാൻ ഞെട്ടി. രാവിലെ മുതലുള്ള പ്രചാരണമാണ്. ഒരു ക്ഷീണവും മുഖത്ത് കാണുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഇത്ര ഒരു ആവേശം വരാനുള്ള കാരണം? ക്ഷീണം നമ്മൾ വീട്ടിൽ പോകുമ്പോൾ കിടക്കുമ്പോഴാണ് അയ്യോ ക്ഷീണം എന്ന് തോന്നുന്നത്. അല്ലാതെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൂടൊന്നും ചൂടായിട്ട് തോന്നില്ല, ക്ഷീണം തോന്നാറില്ല. കാരണം അത്രയ്ക്ക് ഊർജവും അത്രയ്ക്ക് സ്നേഹവും എനിക്ക് പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്, അത്രയ്ക്ക് പിന്തുണ കിട്ടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു പരസ്യം കേട്ടായിരുന്നു, ഇങ്ങനെ UDFന്റെ നേതൃത്വത്തില് ആളെ വേണം, കൂലിക്ക് ആളെ കേട്ടു. അങ്ങനെ അവരൊരു ഇങ്ങനെ ബംഗാളികളെയോ അത് വടക്കേ ഇന്ത്യൻ തൊഴിലാളികളെയോ മറ്റോ കിട്ടുന്ന ഒരു കൂലിക്ക് കൊടുക്കുന്ന ആൾക്കാരുടെ 501 രൂപയും ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ പ്രചാരണത്തിന് പോകാൻ ആളില്ലാത്തത് കൊണ്ട് ഒരു ഗുമ്മില്ലല്ലോ. ഒറ്റയ്ക്ക് ഒരു കുറച്ച് 2-3 പേര് ചേർന്ന് മാത്രം പോയാൽ പോരല്ലോ. അപ്പൊ റോഡ് ഷോ പോലെയൊക്കെ നടത്താനായിട്ട് കുറച്ച് പേര് പുറകെ കൂടെ നടക്കാനായി ആളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാശ് വെച്ച് ആളെ പിടിക്കുന്നു എന്നുള്ള ഒരു ഇത് കേട്ടു. പിന്നെ അപ്പൊ തന്നെ അത് വിഡ്രോ ചെയ്തു എന്ന് പറയുന്നത് പത്രമാധ്യമങ്ങളിലൂടെ വാർത്തയായിരുന്നു. അപ്പൊ അത് ഭയങ്കര വലിയ നാണക്കേടുള്ള ഒരു കാര്യമല്ലേ അത്. അവർക്ക് വർക്കേഴ്സ് ഇല്ല ഇവിടെ എന്നുള്ളത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോ എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണം? അതായത് ഇപ്പോ വട്ടിയൂർക്കാവിലെ ഞങ്ങള് ടൗണിലൊക്കെ ഇറങ്ങി സംസാരിക്കുമ്പോ VK പ്രശാന്ത് മതി, ഇവിടെ വികസനം എല്ലാം തന്നെ പൂർത്തീകരിച്ചു എന്നുള്ളൊരു അവകാശവാദങ്ങളൊക്കെ വരുന്നുണ്ട്. വട്ടിയൂർക്കാവിലെ സഞ്ചരിക്കുമ്പോ അങ്ങനെ വികസനങ്ങളൊക്കെ പൂർത്തിയായോ? എനിക്ക് തോന്നുന്നില്ല. അത് ജനം ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കുന്ന പോലെയാണല്ലോ അവര് പെരുമാറുന്നത്. അപ്പൊ ചിലപ്പോ ഇങ്ങനെ പത്രക്കാർ വരുമ്പോ നിങ്ങൾ ഇങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞൊരു വിഭാഗം ആൾക്കാരെ നിരത്തിൽ നിർത്തിയിട്ടുണ്ടാവും. VK പ്രശാന്ത് ഇങ്ങനെ വികസനം ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾ പറയണം എന്നൊക്കെ പറഞ്ഞു. അതുപോലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ഇതുപോലെ കൂലി എടുക്കുന്നത് പോലെ. അപ്പൊ അതുപോലെ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പൊതുവെ ഞാൻ വികസനം എടുത്തും കാണുന്നില്ല. 2 ടേമില് MLA ആയിട്ട് വിജയിപ്പിച്ചെടുത്ത ആളാണല്ലോ. അപ്പൊ അതുകൊണ്ട് 7-8 വർഷം കൊണ്ട് ചെയ്യാവുന്ന പ്രവൃത്തിയൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. തറക്കല്ലിട്ടിട്ട് ഇവിടെ വട്ടിയൂർക്കാവ് ജംഗ്ഷനും അതുപോലെ പേരൂർക്കട മേൽപ്പാലം വരുത്തും എന്നൊക്കെയുള്ള പോലെയുള്ള പ്രചാരണങ്ങളും പിന്നെ ഇതുപോലെയുള്ള വട്ടിയൂർക്കാവിന്റെ പുറത്ത് ആക്കുളത്തൊക്കെ കുറച്ച് പരിപാടികൾ നടത്തിയാൽ അത് വികസനമാവില്ലല്ലോ. അതും പൊട്ടിപ്പൊളിഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജും ടൂറിസം വില്ലേജ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ തന്നെ കൂടെയുള്ള ആൾക്കാരെ വെച്ച് നടത്തിയാൽ അതൊന്നും വികസനം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മള് എതിരാളികളെ അല്ല നോക്കുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതാണോ നോക്കുന്നത്. അവര് എന്തെങ്കിലും ആയിക്കോട്ടെ, അവർക്ക് 2 പ്രാവശ്യം വീതം ചാൻസ് ഇവിടുത്തെ ജനം കൊടുത്തു. അപ്പൊ ഇനി ഒരു മാറ്റം വേണമെന്ന് തോന്നുന്നവരെ അവരെനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം, ഞങ്ങൾക്ക് ഒരു അവസരം തരണം. NDAക്കും BJPക്കും എന്തൊക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്നൊരു അവസരം തന്നാലല്ലേ അവർക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു അവസരത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടാണ് എന്റെ പ്രചാരണം. തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. UDFന്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോ രാവിലെ തന്നെ ഒരു പരസ്യം പുറത്തു വന്നതാണ് വിവാദത്തിന് കാരണമായിരിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് ആ ശ്രീലേഖ ഇപ്പോൾ നമുക്കൊപ്പം പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും പ്രചാരണങ്ങൾ കൊഴുക്കുകയാണ്. വട്ടിയൂർക്കാവിൽ ആര് എന്നുള്ള ചോദ്യം തന്നെയാണ്. BJPക്ക് പൂർണ്ണ വിശ്വാസമുള്ള ഒരു മണ്ഡലമായിട്ട് മാറുന്നു വട്ടിയൂർക്കാവ്. मैं कल भी था रात में 10 2
ऑफिस में पूरा टाइम आज करा रहे हैं वही कंफर्म करना 5-6 तारीख को दिया है तो मैं आपको ये बोलता हूँ आप कोशिश करिए करता हूँ मैं करता हूँ आपको ये करना ही पड़ेगा नहीं ये तो बात करेंगे ये महिलाओं का रिक्वेस्ट है ये सब महिलाएं हैं तो उसका रिक्वेस्ट है नहीं आपका बात सेल में देता हूँ सीएम सर भी आ रहे महाराष्ट्र से बाजू में बाजू में अभी कल 2 तारीख को വണ്ടി മാറാ വണ്ടി മഹാരാഷ്ട്ര